ഹായ് നമസ്കാരം. മോഷ്ടിക്കാൻ കയറിയപ്പോൾ കണ്ടത് ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന യുവതിയെയും യുവാവിനെയും. കർമ്മം മറന്ന കള്ളൻ കണ്ടതെല്ലാം ക്യാമറയിൽ പകർത്തി. സർക്കാർ ജോലി കിട്ടാതായതോടെ മോഷ്ടാവായ വിനയ് കുമാർ കുടുങ്ങിയത് ഇങ്ങനെ. മോഷ്ടിക്കാൻ കയറിയപ്പോൾ കണ്ടത് ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന യുവതിയെയും യുവാവിനെയും. വന്നത് എന്തിനെന്ന് മറന്ന കള്ളൻ കണ്ട ദൃശ്യങ്ങളെല്ലാം തന്റെ മൊബൈലിൽ പകർത്തി. ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാൻ 10 ലക്ഷം രൂപ നൽകണമെന്നാവശ്യപ്പെട്ട് ദമ്പതികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ദമ്പതികൾ പോലീസിൽ പരാതി നൽകിയതോടെ കള്ളൻ കുടുങ്ങുകയും ചെയ്തു. ഛത്തീസ്ഗഡ് സ്വദേശിയായ വിനയ് കുമാർ സാഹു എന്ന 28-കാരനാണ് വീട്ടിൽ അതിക്രമിച്ച് കയറി ദമ്പതികളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഇയാൾ മോഷണത്തിനായി ദമ്പതികളുടെ വീട്ടിൽ കയറിയത്. ഇയാൾ കയറിയ വീട്ടിലെ ദമ്പതികൾ ആ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയായിരുന്നു എന്ന് വിനയ് അവിടെ വെച്ച് ദമ്പതികളുടെ സ്വകാര്യ നിമിഷങ്ങൾ ചിത്രീകരിച്ചു. ഇത് പിന്നീട് അവർക്ക് തന്റെ വാട്സപ്പിൽ അയച്ചു കൊടുത്തു. പ്രചരിപ്പിക്കാതിരിക്കണമെങ്കിൽ 10 ലക്ഷം രൂപ വേണമെന്നായിരുന്നു ആവശ്യം. വീഡിയോ അയച്ചു കൊടുത്ത ശേഷം ഫോൺ വിളിച്ചാണ് ഇത് പറഞ്ഞത്. സ്വന്തം വീടിനുള്ളിൽ ദൃശ്യങ്ങൾ വാട്സപ്പിലൂടെ ലഭിച്ചപ്പോൾ ഞെട്ടിയെങ്കിലും ദമ്പതികൾ പണം നൽകാൻ തയ്യാറായില്ല. പോലീസിൽ പരാതി നൽകി. വാട്സപ്പിൽ അയച്ച മെസ്സേജും ഫോൺ കോൾ വന്ന നമ്പറും ഉൾപ്പെടെ ഉണ്ടായിരുന്നതിനാൽ പോലീസുകാർക്ക് കള്ളനെ പിടിക്കാൻ അധികം അധ്വാനിക്കേണ്ടി വന്നില്ല. മോഷ്ടിച്ച ഫോണിലാണ് യുവാവ് വീഡിയോ ചിത്രീകരിച്ചതും നേരത്തെ 2 തവണ ഇതേ വീട്ടിൽ കയറി മോഷണം നടത്തിയിരുന്ന കാര്യവും ഇയാൾ സമ്മതിച്ചു. ദമ്പതികളുടെ പരാതി കിട്ടിയ ശേഷം കേസ് അന്വേഷിക്കാൻ പോലീസ് പ്രത്യേക സംഘം രൂപം നൽകിയിരുന്നതായി ക്രൈംബ്രാഞ്ച് DCP പ്രകാശ് നായക് പറഞ്ഞു. പോലീസ് അന്വേഷിച്ചെത്തുമ്പോഴേക്കും കുറ്റകൃത്യത്തിന് ഉപയോഗിച്ചിരുന്ന അതേ ഫോണും സിം കാർഡും തന്നെയാണ് പ്രതി ഉപയോഗിച്ചിരുന്നത്. സർക്കാർ ജോലിയായിരുന്നു വിനയ് കുമാർ സാഹുവിന്റെ ലക്ഷ്യം. എന്നാൽ ഇയാൾ നിരവധി പരീക്ഷകൾ എഴുതിയെങ്കിലും ജോലി കിട്ടിയില്ല. ഇതോടെയാണ് മോഷണം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞതെന്ന് പോലീസ് പറയുന്നു. താമസ സ്ഥലത്തിന് സമീപത്തുള്ള പച്ചക്കറി മാർക്കറ്റിലും അടുത്തുള്ള മറ്റ് സ്ഥലങ്ങളിലുമായിരുന്നു മോഷണം.